പൂജ മാത്രമല്ല, ശബരിമലയിലേക്കുള്ള സ്വർണ്ണപ്പാളിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചത് ജയറാം. 2019 ജൂൺ 19 തീയതി സ്മാർട്ട് ക്രിയേഷൻസ് പങ്കുവച്ച ചിത്രം തെളിവായി മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പൂജയ്ക്കായി ഉണ്ണികൃഷ്ണനെ വിളിച്ചു എന്നാണ് ജയറാം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. സ്വർണ്ണപ്പാളികളുടെ ഉദ്ഘാടനം ഓഫീസിൽ വെച്ച് ജയറാം നിർവഹിച്ചതായി സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നു. പ്രശാന്താണ് വിവരങ്ങളുമായുള്ളത്. പ്രശാന്ത്, എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഈ സ്മാർട്ട് ക്രിയേഷൻ ഓഫീസിൽ പൂജ മാത്രമല്ല, അവിടെ ഒരു ഇനോഗ്രേഷൻ നടന്നു, ഉദ്ഘാടനവും നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ തെളിവാണ് മാതൃഭൂമി ന്യൂസ് നൽകുന്നത്. അതായത് സ്മാർട്ട് ക്രിയേഷൻ്റെ ഔദ്യോഗിക പേജിൽ അവർ നൽകിയിരിക്കുന്ന ആ സംഭവത്തെ ഇങ്ങനെയാണ് വിവരിക്കുന്നത്. ഹാപ്പി മൊമെൻറ്റ്, പത്മശ്രീ ജയറാം സർ അറ്റ് ദ സ്മാർട്ട് ക്രിയേഷൻ ഫാക്ടറി ഫോർ ഇനോഗ്രേഷൻ ഓഫ് ഗോൾഡ് പ്ലേറ്റഡ് ഷീറ്റ്സ് ഓഫ് ശബരിമല അയ്യപ്പൻ ടെമ്പിൾ. അതായത് അവിടെ പൂജയ്ക്ക് വേണ്ടി, അതായത് അവിടെ ഈ ശബരിമലയിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ പൂശിയ കഥകിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിൻ്റെ ആണെങ്കിലും പൂജ നടന്നു എന്നാണ് നടൻ ജയറാം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവിടെയാണ് താൻ പങ്കെടുത്തതെന്ന് പറയുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ, ഈ ഫോട്ടോ അടക്കം അതിൽ പങ്കുവച്ചിരിക്കുന്നതിൽ പറയുന്നത് ഒരു ഇനോഗ്രേഷൻ, ഉദ്ഘാടനം നടന്നു എന്നതാണ്. ഇതിൻ്റെ ഡേറ്റ് വളരെ പ്രധാനമാണ്. 2019 ജൂൺ മാസം 19 തീയതിയാണ് ഈ ഫോട്ടോയും ഈ വിവരവും പങ്കുവച്ചിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? 2019 ജൂലൈ മാസം 5 തീയതിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കെ പത്മകുമാറിൻ്റെ ഭരണസമിതി, ഭരണസമിതി തീരുമാനമെടുക്കുന്നത്. എന്താണ്? ഈ ദ്വാരപാലക ശില്പങ്ങൾ, സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പാക്കിക്കൊണ്ട് അത് സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം ഈ സ്മാർട്ട് ക്രിയേഷനിൽ ജൂൺ മാസത്തിൽ നടക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സ്പോൺസർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. നേരത്തെ കൂട്ടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പ്രവർത്തികൾ ഏൽപ്പിക്കാൻ ബോർഡ് തീരുമാനിച്ചിരുന്നു എന്ന് വ്യക്തം. അതിന് ഒരു ഔപചാരിക രേഖ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഔദ്യോഗിക രേഖ ഉണ്ടാക്കുക മാത്രമാണ് 2019 ജൂലൈയിൽ ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് എല്ലാം ഒരു പ്രഹസനമായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ, രേഖ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രഹസനം എന്ന് തന്നെ മനസ്സിലാക്കാൻ. മറുവശത്ത് ഇത് അവിടെ ഒരു പൂജാ ചടങ്ങ് മാത്രമല്ല, ഒരു ഉദ്ഘാടനം പോലെ നടന്നു. ശബരിമല ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ഒരു ഉരുപ്പടിയുടെ ഒരു ഉദ്ഘാടനമായി ഇതെങ്ങനെ നടത്തും എന്നതൊക്കെയുള്ള മറ്റ് താന്ത്രിക വിഷയം ഒരു വശത്ത് നിൽക്കുന്നു. എന്തായാലും ഇതുവരെയുള്ള ആകെയുള്ള എപ്പിസോഡിൽ ആകെ ദുരൂഹത പരത്തുന്നത് തന്നെയാണ് 2019 ജൂൺ മാസം 19 തീയതി സ്മാർട്ട് ക്രിയേഷൻ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഫോട്ടോയും ഒപ്പം തന്നെ അതിലെ അടിക്കുറിപ്പും വ്യക്തമാക്കുന്നത് ഈ ശബരിമലയിലേക്കുള്ള ഗോൾഡ് പ്ലേറ്റിൻ്റെ ഉദ്ഘാടനമാണ് അവിടെ നടന്നത് എന്ന ഈ വെളിപ്പെടുത്തൽ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.